റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് യുഎഇയിൽ ത്രികക്ഷി ചർച്ച. യുഎസിന്റെ മധ്യസ്ഥതയിലാകും ചർച്ചകൾ നടക്കുക. 2 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. ഡാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഇത് പ്രഖ്യാപിച്ചത്. അജയ് സുധാബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ വെക്കാമോ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നിലവിൽ ഈ ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചാണ് വ്ളാഡിമിർ സെലൻസ്കി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഈ റഷ്യ യുക്രൈൻ സംഘർഷം അത് ഒരു അവസാന ഘട്ടത്തിലാണെന്നും ഇപ്പോൾ US-ന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ അതിൽ ഒരു 90% കാര്യങ്ങളും പരിഹാരമായതായിട്ടും കഴിഞ്ഞ മാസം സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് യുക്രൈനും റഷ്യയും പരസ്പരം വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു. പലതരത്തിൽ അവരുടെ കീവ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള റഷ്യൻ ആക്രമണം ഉണ്ടായിരുന്നു. റഷ്യയിലുള്ള പല നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെയുമുള്ള യുക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിൽ ആ ആക്രമണം പുരോഗമിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഡോൺബാസ് മേഖല, അതുപോലെ തന്നെ ഡോണറ്റ്സ് മേഖല, അതുപോലെ തന്നെ അവിടെ അവരുടെ ഒരു ആണവ നിലയം, ഇത് ഈ സാപ്പോരീസിയ ആണവ നിലയം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. ഇപ്പോൾ സെലൻസ്കി ലോക സാമ്പത്തിക ഫോറത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. നിലവിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നതാണ് സെലൻസ്കി പറഞ്ഞത്. ഇപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആ ഒരു അവിടെ വെച്ച് തന്നെ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇപ്പോൾ സെലൻസ്കിയും അതുപോലെ തന്നെ ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർ ഈ ത്രികക്ഷി ചർച്ചയുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചർച്ച നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ടാണ് ട്രംപ് അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ US-ന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം ഇപ്പോൾ നിലവിൽ മോസ്കോയിലെത്തിയിട്ടുണ്ട്. മോസ്കോയിലെത്തി അദ്ദേഹം പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം അദ്ദേഹം ദുബായിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാത്രിയോടെയായിരിക്കും, ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെയായിരിക്കും ഈ 3 രാജ്യങ്ങളും തമ്മിൽ UAE-യിൽ വെച്ച് ചർച്ച നടത്തുന്നത്. റഷ്യ, യുക്രൈൻ എന്നീ രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. US-ന്റെ മധ്യസ്ഥതയിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. എന്നാൽ റഷ്യയുടെ യുക്രൈൻ്റെ പ്രതിനിധികൾ നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയാകുമോ എന്നതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഏത് ഉദ്യോഗസ്ഥരെയായിരിക്കും അയക്കുന്നത്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് നിബന്ധനകൾ, ഇതൊന്നും തന്നെ നിലവിൽ നമുക്ക് വ്യക്തമല്ല. ഈ ചർച്ച നടക്കും എന്ന് മാത്രമാണ് സെലൻസ്കി പറഞ്ഞത്. ഇത് കഴിഞ്ഞ മാസം ഇപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഏറ്റവും അടുത്ത രീതിയിൽ വരെ പോയിട്ട് പിന്നീട് തെറ്റിപ്പിരിഞ്ഞതാണ്. ഈയൊരു ചർച്ചയെങ്കിലും ഇതിൻ്റെ അവസാനത്തേക്ക് കടക്കുമോ എന്നതാണ് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നുണ്ട് ആ ചർച്ചയിൽ എന്താകും അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് അറിയാനായി. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ലോക സമാധാനത്തിന് പുതിയ സംഘടനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയിൽ ട്രംപ് സ്ഥിരം മേധാവിയായി സ്വയം അവരോധിച്ചു. 50ഓളം രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ക്ഷണം ലഭിച്ചു. ഇന്ത്യ വിട്ടുനിൽക്കുന്നു. അതേസമയം പാകിസ്ഥാൻ, UAE, ഖത്തർ അടക്കം 19 രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേരുകയും ചെയ്തു. ലോകക്രമത്തിന് വെല്ലുവിളി എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വിമർശനം. ഇതിനെതിരെ ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭ. അജയ് സുധാബിജു ചേരുന്നു. ഒരിക്കൽ കൂടി അജയ്, ഇതൊരു വല്ലാത്ത നീക്കമായി പോയല്ലോ. ട്രംപ് സ്വയം അതിൻ്റെ സ്ഥിര മേധാവിയായി അവരോധിക്കുന്നു ബോർഡ് ഓഫ് പീസ് എന്ന സംഘടന. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ട്രംപ് വിവരിക്കുന്നത്? എൽദോ, ഇപ്പോൾ ഗാസ സമാധാനത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കുൾപ്പെടെ ഈ സംഘടനയിലേക്ക് നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നതാണ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക, യുദ്ധാനന്തരമുള്ള അവിടുത്തെ ഒരു പുനർനിർമ്മാണം, അതിന് മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാമായിരുന്നു ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. എന്നാൽ ഈ സംഘടനയ്ക്ക് UN-ന്റെ അതേ ഒരു സ്വഭാവം നൽകാനാണ് ട്രംപ് നിലവിൽ ശ്രമിക്കുന്നത്. അതായത് UN-ന് ബദലായി മറ്റൊരു ലോക സമാധാനത്തിന് മറ്റൊരു സംഘടന, ഇത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം. ഇത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ചായിരുന്നു. അവിടെ സ്വിറ്റ്സർലാൻഡിൽ തന്നെയുള്ള സ്വിസ് മൗണ്ടൻ റിസോർട്ടിൽ വെച്ച് ഈ സാമ്പത്തിക ഫോറത്തിൻ്റെ തന്നെ സമാന്തരമായിട്ട് ഒരു പ്രത്യേക പ്രഖ്യാപനം ട്രംപ് നടത്തുകയായിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ നിരവധി രാജ്യങ്ങൾ പങ്കെടുത്തു.
എടുത്തു. ഇന്ത്യക്കുൾപ്പെടെ ഇതിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇതിൽ ചേരുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ഷണം നിരസിക്കുന്നതായിട്ടോ ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സംഘടനയിൽ ചേർന്നിട്ടുള്ളത് പാകിസ്ഥാൻ, അതുപോലെ തന്നെ UAE, ഖത്തർ, സൗദി, അർജന്റീന, അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. 19 രാജ്യങ്ങളുടെ അംഗത്വമാണ് നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. $1 ബില്യൺ ഈ സംഘടനയിൽ ബോർഡ് ഓഫ് പീസിൽ അംഗത്വം ലഭിക്കുന്നതിനായിട്ട് രാജ്യങ്ങൾ നൽകണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് തന്നെ സ്വയം ഈ സംഘടനയുടെ ഒരു സ്ഥിരം മേധാവിയായിട്ട് സ്വയം അവരോധിക്കുകയായിരുന്നു. ഇതിന് തൻ്റെ യോഗ്യതയായിട്ട് ട്രംപ് എടുത്തു പറയുന്നത് 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടുന്ന ഒരു വേദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു താൻ ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിനന്ദിച്ചതാണ്. 10 മില്യൺ മുതൽ 20 മില്യൺ ആളുകളുടെ ജീവൻ വരെ ട്രംപ് രക്ഷിച്ചു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞതായിട്ട് അദ്ദേഹം കോട്ട് ചെയ്ത് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ തന്നെ സ്വയം പ്രശംസിച്ചുകൊണ്ട് ഈ ഗാസ സമാധാന പദ്ധതിക്ക് ശേഷം ഇനി അടുത്ത ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ബോർഡ് ഓഫ് പീസിൻ്റെ ശ്രമം എന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. എന്നാൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി, UK, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള നിരവധി രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ ഇതിന് ഈ ക്ഷണം ഔദ്യോഗികമായി തന്നെ നിരസിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഈ ക്ഷണം നിരസിച്ചതിൻ്റെ ദേഷ്യത്തിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് അവരുടെ വിസ്കി, വൈൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ 200% തീരുവ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത നീക്കങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. UN എന്നാൽ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. ശരി അജയ്, എന്നാണെങ്കിലും ട്രംപിന്റെ ചില നീക്കങ്ങളാണ് ഇപ്പോൾ അജയ് വിവരിച്ചത്.